പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് തിരുവല്ലയിൽ യുവാവ് നടുറോഡിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ വിദ്യാർത്ഥിയുടെ നില ഗുരുതരമായി തുടരുന്നു. 60% പൊള്ളലേറ്റ പെൺകുട്ടി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനാണ് പെൺകുട്ടിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിൽ തുടരുന്ന പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. +2 സഹപാഠിയായിരുന്ന പെൺകുട്ടിയുമായി 3 വർഷത്തിലായി പ്രണയത്തിലായിരുന്നുവെന്ന് പ്രതി അജിൻ റജി മാത്യു ആവർത്തിച്ചു. തിരുവല്ലയിൽ ഉപരിപഠനത്തിനായി ചേർന്ന പെൺകുട്ടി അടുത്തിടെ ബന്ധത്തിൽ നിന്ന് പിന്മാറി. തുടർച്ചയായി ശ്രമിച്ചിട്ടും ബന്ധം തുടരാൻ പെൺകുട്ടി താല്പര്യപ്പെട്ടില്ലെന്ന് അജിൻ പോലീസിന് മൊഴി നൽകി. ഈ പ്രതിയും ഈ വ്യക്തിയും കുട്ടിയും നേരത്തെ പരിചയമുണ്ടായിരുന്നവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നാണ് പ്രതിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ അതൊരു ബന്ധത്തിൽ ചെറിയൊരു അകൽച്ച തോന്നിയപ്പോഴും അതിൽ അസ്വസ്ഥനായ പ്രതി ചെയ്ത ഒരു കുറ്റകൃത്യമാണ്. ഫോൺ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും പെൺകുട്ടി പ്രതികരിച്ചില്ല. ഇതിന് പ്രതികാരം ചെയ്യാനാണ് കുമ്പനാട് സ്വദേശിയായ അജിൻ തിരുവല്ലയിലെത്തിയത്. 3 കുപ്പികളിലായി 2 ലിറ്ററോളം പെട്രോൾ, 1 കുപ്പി ബിയർ, കയർ, കത്തി എന്നിവയും പ്രതിയുടെ ബാഗിലുണ്ടായിരുന്നു. ക്ലാസ്സിലേക്ക് വരികയായിരുന്ന പെൺകുട്ടിയെ പഠിക്കുന്ന സ്ഥാപനത്തിന് തൊട്ടടുത്ത് തടഞ്ഞു നിർത്തി കത്തികൊണ്ട് വയറിൽ കുത്തിയ ശേഷം 1 കുപ്പിയിലെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ്. കൃത്യത്തിനു ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു ലക്ഷ്യമെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. അതേസമയം പോലീസ് ഇത് വിശ്വസിക്കുന്നില്ല. അജിന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചുവെന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴി. നിലവിൽ കൊലപാതക ശ്രമത്തിനാണ് അജിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മീഡിയ 1 തിരുവല്ല.